ലൈം ലൈറ്റിൽ നിൽക്കുന്നവരെ കുറിച്ച് ഗോസിപ്പ് ഉണ്ടാക്കി വിടുന്നത് ആൾക്കാരുടെ ഒരു ഹോബിയാണ്. പൃഥ്വിരാജ് ഭയങ്കര ശരീര ബുദ്ധിയുള്ള ആളാണ്. കണ്ടോ സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചതേ ഉള്ളൂ, അതിനു മുമ്പ് ടെൻഷൻ തുടങ്ങിയോ? അതുകൊണ്ടാണ് ആനിബിമാർ വീഴുന്നത്. ഓക്കെയാണ്, അണ്ണൻ അടുത്ത വർഷം അടുത്ത സിനിമയിൽ കമ്മീഷണർ റോളാണ്. അണ്ണൻ അവിടെ വീഴുവാണ്. ഇവരല്ല ലാഭത്തെയാണ് കൂടി നഷ്ടമാവുകയാണ്. അൺലിമിറ്റഡ് ബഡ്ജറ്റ് ഇല്ല ഉള്ളിക്കാണ്. ഇതും അങ്ങനെയായി. രാവിലെ ഈ പരദൂഷണം കൊണ്ടുവരാൻ നാണാവുന്നില്ല ചേട്ടാ. ഇങ്ങനെ പണിയൊന്നും ചെയ്യാണ്ട് ഉഴപ്പി നടക്കാതെ പോയി കുളിച്ച് ആ ആനപ്പണ്ട മരം നോക്ക്. ഓക്കെ അണ്ണ, അല്ല ഇതാരും നമ്മുടെ വേലവെപ്പനല്ലേ? ഇതിൽ ആനിബിമാർ വീഴുകയാണ്. എടാ വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? പൃഥ്വിരാജ് ഭയങ്കര ശരീര ബുദ്ധിയുള്ള ആളാണ്. ലാലേട്ടൻ വീട്ടാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ആനിബിമാർ വീട്ടുന്നത്. ഓക്കെയാണ്, അണ്ണൻ അടുത്ത വർഷം അടുത്ത സിനിമയിൽ കമ്മീഷണർ റോളാണ്. അണ്ണൻ അവിടെ വീഴുവാണ്. അൺലിമിറ്റഡ് ബഡ്ജറ്റാണ് എമ്പുരാൻ ലൂസിഫർ അല്ല. അതിന് ആന്റണി ചേട്ടനെ രാജു ചേട്ടൻ ശരിക്കും മണിയടിക്കുന്നു. നായരേട്ടാ വെറുതെ അതും ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കും. അതിനോട് സാന്ത്വന ദിനേശിനെ യോജിക്കുന്നു. സാന്ത്വന ദിനേശ് പറഞ്ഞ കേട്ടാണ്. ഞാൻ പലപ്പോഴും പലതും പറയും, ചിലതൊക്കെ ചീറ്റി പോവുകയും ചെയ്യും. എത്ര ലൂസിഫർ അല്ല ലാഭത്തെയാണ് കൂടി നഷ്ടമാവുകയാണ്. അൺലിമിറ്റഡ് ബഡ്ജറ്റ് ഇല്ല ഉള്ളിക്കാണ്. അവിടെയാണ് തനിക്ക് തെറ്റിയത്. ഇതും അങ്ങനെയായി. കരിനാക്ക് വളച്ചൊന്നും പറയാതെ. സോറി സാർ. ഫംഗ്ഷനിൽ പൃഥ്വിരാജ് പറയുന്നുണ്ടല്ലോ, എന്തായാലും ഞാൻ ഒരു ഫിലിം സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷന്റെ ഹെഡ് ആനിബിമാരായിരിക്കും. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അവനെന്തോ അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നവനാ. ആനിബിമാരെ പൂത്തി അങ്ങനെ സീലിംഗ് എത്തിക്കുകയാണ്. എല്ലാ എംബ്രാൻഡി എല്ലാ ഇതും. എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ആനിബിമാർ മനസ്സിലാവുന്നില്ല, വേറെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ മടിയടിക്കൽ എന്താണ്. എനിക്കറിയാം അണ്ണൻ എന്തൊരു മടിയടിക്കലാണ്. ഇന്നലെ വാറ്റടിച്ച് നിലതെറ്റി കാണും, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ആനിബിമാർ തള്ളി കുറച്ച് ആൾതാമസമുള്ള ആളാണ്, ഈ കാര്യങ്ങൾ മനസ്സിലാവണം. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായ പുള്ളിയും കണക്കാണ്. നീ എനിക്കൊരു കോടാലിയായിട്ടാണല്ലോ അവതരിച്ചിരിക്കുന്നത്. നിന്നെ ഞാൻ വിടില്ല. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കണേന് ഒരു അതിരുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണല്ലോ. നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായി കോളനിയിലുള്ള പകുതി ആളുകൾ ഒഴിഞ്ഞു പോയത്. ഓക്കെയാണ്, അത് സാന്ത്വന ദിനേശ് പറഞ്ഞോണ്ട് യോജിപ്പുണ്ട്. അയ്യോ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കും. എനിക്ക് നിന്നെ കുറിച്ച് ഒരു ധാരണയുമില്ല. ഓക്കെയാണ്, ഇത് പറയുമ്പോഴേക്ക് ആനിച്ചേട്ടൻ വീഴും. കാശ് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവസാന സിനിമ അവർക്ക് കാശും കിട്ടും. ഓക്കെയാണ്. കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞ സന്തോഷം. എന്നെ കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റും.